പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ അതെനിക്ക് തോന്നുന്നു യഥാർത്ഥ സത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് ഭ്രൂണഹത്യ, അത് ബാംഗ്ലൂരാണ് നടന്നിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഞാൻ ഇരയോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റിടുന്ന പല ആളുകളും ഇരയോയെ പോയി കാണാൻ പോയത് ദുരൂഹമായ സാഹചര്യത്തിലാവും. ഇതിനകത്ത് ഡബിൾ ഗെയിം കളിക്കുന്ന ഓരോ ആളുകളുടെയും പിന്നിൽ രാഹുലും ഷാഫിയും ചെറിയ മീനല്ല. ഇവർക്ക് എന്താണ് ഇവരെ പേടിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ്. അത്ര വലിയ വൃത്തികെട്ട PR വർക്കാണ് രാഹുലും ഷാഫിയും കൂടെ ചെയ്യുന്നതെന്നുള്ളതാണ്. പ്രതിരോധ ശേഷി മുഴുവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തും. രാജ്ഭായ് നമസ്കാരം. 2 ദിവസമായിട്ട് നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ഒരു കാര്യവും സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ചിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന പോലീസ് അന്വേഷണ റിപ്പോർട്ടുകൾ അതെനിക്ക് തോന്നുന്നു യഥാർത്ഥ സത്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു ഏകദേശ ധാരണ തീർച്ചയായിട്ടും ബാക്കി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്താ പറയാനുള്ളത്? പോലീസിനടുത്ത് കിട്ടിയിട്ടുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ഒന്ന് ഭ്രൂണഹത്യ, അത് ബാംഗ്ലൂരാണ് നടന്നിരിക്കുന്നതെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. അപ്പം ഭ്രൂണഹത്യക്ക് ഇരയായ ആൾ നിർബന്ധപൂർവ്വം ഭ്രൂണഹത്യക്ക് ഇരയാക്കിയതെന്നും മാനഭംഗപ്പെടുത്തിയതാണെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഞാൻ ആ വിധിനായ എനിക്ക് കോട്ട് ചെയ്യാൻ ഓർമ്മ കിട്ടുന്നില്ല. ഇത്ര ആഴ്ച കഴിഞ്ഞത് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടായിട്ട് പോലും ഒരു പെൺകുട്ടി റേപ്പിനിരയായ ഒരു പെൺകുട്ടിയുടെ കാര്യത്തിൽ കോടതി അവരുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ചും അതിന് പറ്റിയിട്ടുള്ള മാനസികാവസ്ഥയല്ല എന്നുള്ളത് പരിഗണിച്ചും അവർ തന്നിഷ്ടപ്രകാരം അമ്മയാവാൻ തയ്യാറായിട്ട് സന്നദ്ധതയായ ഒരു സാഹചര്യത്തിലല്ലായിരുന്നു എന്ന ഒരവസ്ഥയിലും സൗണ്ട് മാറ്റം വരുത്തി ഒരു ചാനൽ അവതരിപ്പിച്ച പിന്നെ മറ്റൊരു ചാനലിലെ മാധ്യമപ്രവർത്തകയുടെ വിഷയത്തിൽ അത് ബാധകമാവില്ല. അവർ പറഞ്ഞത് നിൻ്റെ സഹായം ഇല്ലെങ്കിൽ ഞാൻ നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റേ കുട്ടിയുടേത് നടത്തിയത് അവൾ അതിനകത്ത് സ്ട്രോങ് ആയിട്ട് പോലീസിനോട് സഹകരിച്ച് നിന്നാൽ അവൾക്കെതിരെയുള്ള കേസ് നിലനിൽക്കത്തുമില്ല, ഇവന് ലോക്കാകുകയും ചെയ്യും. അതാണ് അതിനകത്ത് നടക്കാൻ പോകുന്നൊരു കാര്യം. 2, ഇതിനകത്ത് ഇവരെയൊക്കെ പിന്നെ പലരും ക്യാൻവാസിങ് നടത്താൻ ഉപയോഗിക്കുന്നത് മാധ്യമരംഗത്തുള്ളവരെ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ. ഞാൻ ഇരയോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് പോസ്റ്റിടുന്ന പല ആളുകളും ഇരയോയെ പോയി കാണാൻ പോയത് ദുരൂഹമായ സാഹചര്യത്തിലാവും. മാത്രമല്ല എന്നിട്ട് ലോകത്തോടൊരു ഉപദേശം, ഇതിനകത്ത് ഡബിൾ ഗെയിം കളിക്കുന്ന ഓരോ ആളുകളുടെയും പിന്നിൽ രാഹുലും ഷാഫിയും ചെറിയ മീനല്ല. അവർക്ക് അടൂർ പ്രകാശിനെ വരച്ചവരയിൽ നിർത്താൻ കഴിയുന്നു, സതീഷിനെ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു, സണ്ണി ജോസഫിനെ കൊണ്ട് അവരെ സപ്പോർട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെയൊക്കെ നാർക്കോ അനാലിസിസ്, ഇവരുടെ കുടുംബാംഗങ്ങളെയും നാർക്കോ അനാലിസിസ് പോലെയുള്ള ബ്രെയിൻ മാപ്പിംഗ് പോലെയുള്ള ഏറ്റവും ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കണമെന്ന് അവരുടെ പെർമിഷൻ വേണം. അവർ പറയണം, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഇത്തരം ടെസ്റ്റുകൾക്ക് വിധേയരാക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്. അങ്ങനെ 6 ചോദ്യത്തോടെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇവർക്ക് എന്താണ് ഇവരെ പേടിക്കേണ്ട ആവശ്യം എന്നുള്ളതാണ്. പിന്നെ ഇത് സത്യത്തിൽ ഇപ്പോൾ ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ചെയ്ത ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഇവനത് മേക്കപ്പ് ചെയ്യാനുള്ള സമയം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ, കവർ ചെയ്യാനുള്ള സമയം ഇട്ട് കൊടുക്കുന്ന രീതിയിൽ ഇത്രയും നേരത്തെ പൊട്ടിച്ചു. ഇതൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. ഇത് പിന്നെ കേസ് സ്ട്രോങ് ആകുമ്പോഴും ഇവിടെ കേസെടുക്കാൻ പറ്റത്തില്ല. കേസ് രജിസ്റ്റർ ചെയ്യേണ്ടത് അവിടെ, അതിന്റെ പരിധിയുണ്ട്. സംഭവം നടന്നിട്ടുള്ളത് അവിടെ ഈ അബോർഷനുമായിട്ട് ബന്ധപ്പെട്ട കേസിനകത്ത്. അതേസമയം തന്നെ റേപ്പിംഗ് നടന്നത് എവിടെയാണെന്നുള്ളതിനനുസരിച്ച് കേസെടുക്കാൻ കേരള പോലീസിന് പറ്റുകയും ചെയ്യും. അത് ഇവിടെ പരാതി കൊടുക്കാനുള്ള സംവിധാനവുമുണ്ട്. അതിനുള്ള പിന്നെ നിയമപരമായിട്ടുള്ള വകുപ്പുകൾ. ഇതിനകത്ത് റേപ്പ് കേസ് നിലനിൽക്കുമോ എന്നുള്ള പരിശോധിക്കേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഇത് പ്രണയം നടിച്ച് വിവാഹാഭ്യർത്ഥന നടത്തിയിട്ടുള്ള വിവാഹ വാഗ്ദാനം നൽകിക്കൊണ്ട്. പക്ഷെ അതിൽ ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് റൂമിലേക്ക് വിളിച്ചിട്ട് ഇപ്പം നമുക്ക് പിന്നെ പ്രമുഖരായ പിന്നെ ഒരു നടനെതിരെ ആ മീട്ടു ആരോപണം ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ ആദ്യം ഒരു പെൺകുട്ടിയാണ് വരുന്നത്. ഹോട്ടൽ റൂമിലേക്ക് വിളിക്കുമ്പം പോകുന്നു എന്ന് പറയുമ്പോൾ ഡിസ്കഷൻ ആണെന്ന് പറഞ്ഞ് ആ രീതിയിൽ റെസ്പെക്ട് ചെയ്യുന്ന ഒരാൾ വിളിക്കുമ്പോൾ ഇങ്ങനൊരു കാര്യം പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ആ രീതിയിലാണ് വിളിച്ചു കൊണ്ടുപോയിട്ടുള്ളത്. എന്നിട്ട് റേപ്പ് ചെയ്തു എന്നുണ്ടെങ്കിൽ ആ കേസ് നിലനിൽക്കുന്നതാണ്. അതേസമയം എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോയി ഇവിടെ കൊണ്ടുപോയി മറ്റെടുത്ത് കൊണ്ടുപോയി പിന്നെ 10 സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്ന് പറയുമ്പോഴാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന കേസ് ഇപ്പം പഴയതുപോലെ കോടതി സ്വീകരിക്കാത്തത്, തള്ളിക്കളയുന്നത്. അപ്പോൾ അങ്ങനൊരു ആനുകൂല്യം ഇവിടെ രാഹുലിന് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഇതിനകത്ത് രാഹുലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് സിദ്ദിഖിൻ്റെ ഭാര്യ ഷറഫുന്നീസയുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക, 2 അച്ചൂമ്മൻ്റെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുക. ഇങ്ങനെ ഓരോരുത്തരുടെ കൂടെയുള്ള ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചിട്ട് ഇവരെ എല്ലാം ഇതിലേക്ക് വലിച്ചിടുക. ആലോചിച്ച് നോക്കണം, എത്ര വലിയ വൃത്തികെട്ട PR വർക്കാണ് രാഹുലും ഷാഫിയും കൂടെ ചെയ്യുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഇവരൊക്കെ ഇതിലേക്ക് കൊണ്ടുവന്നിടുക. അപ്പോൾ എന്ന് വെച്ചാൽ ഇവരെ കൂട്ടായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറ്റുക. ഇത് ഇവരല്ല എന്ന് തെളിയിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിലുള്ള ഇരകളെ പുറത്തോട്ട് കൊണ്ടുവരാതെ ആളുകളുടെ ശ്രദ്ധ മാറ്റി ഇവർ ചെയ്ത കുറ്റത്തിനെതിരായിട്ടുള്ള പ്രചാരണത്തിൻ്റെ കുന്തമനം ഒടിക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ വൃത്തികെട്ട തരം താഴ്ന്ന കളിയാണ് ഇവരൊരു വശത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് ഇവർ വെക്കുന്ന കാര്യം ഇപ്പം എന്താ പറയുന്നത്, ഇവർ തന്നെയാണ് CPM അനുകൂല അല്ലെങ്കിൽ BJP അനുകൂല പ്രൊഫൈലുകൾ അവരുടെ PR ടീമിനെ കൊണ്ട് ക്രിയേറ്റ് ചെയ്യിപ്പിച്ചിട്ട് എൽദോസ് കുന്നപ്പള്ളിയുടെയും വിൻസെന്റിന്റെയും കേസും കൂടെ എടുത്തിടുക. കേസ് രണ്ടും മെറിറ്റ് വേറെയാണ്. രാഹുലിന്റെ കേസുമായി
താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു കേസും കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. അത് മുകേഷിൻ്റെ ആണെങ്കിലും ബാക്കിയുള്ളതാണെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല. പി ടി ചാക്കോയുടെ കാലം തൊട്ടേ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒരു കേസുകളും ഇതുമായിട്ട് സമീകരിക്കാൻ പറ്റുന്നതല്ല. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൃത്തികെട്ട ഒരു രാഷ്ട്രീയക്കാരൻ്റെ അടുത്തുനിന്നുണ്ടായിട്ടുള്ള കേസാണ് ഇതെന്നുള്ള ഗൗരവബോധം കോൺഗ്രസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണെന്നും അവരുടെ അമിത ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് തെറ്റാണ്. കാരണം കേരളത്തിലെ UDFൻ്റെ പ്രവർത്തകരും നേതാക്കന്മാരും തന്നെയാണല്ലോ നമ്മളോടൊക്കെ തന്നെ പറയുന്നത് സാധ്യതകളെ ഇല്ലാതാക്കുന്നതാണ് നിങ്ങളൊന്ന് മയപ്പെടുന്ന് പറയുന്നത്. കാരണം അവർക്കൊക്കെ ആശങ്കയിലേക്ക് പോവുക. ഇതിനകത്ത് മുസ്ലിം ലീഗ് ശക്തമായിട്ടുള്ള നിലപാടെടുക്കണം. കാരണം കോൺഗ്രസിനോട് അവന് മാറ്റി നിർത്താൻ പറയണം. ഞാൻ പറയട്ടെ, ഒരു ബൈ ഇലക്ഷൻ അവിടെ നടന്നു കഴിഞ്ഞാൽ ബൈ ഇലക്ഷൻ നടത്താൻ പിന്നെ LDFനും താല്പര്യം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമാണ്. BJPക്ക് ചിലപ്പോൾ താല്പര്യം ഉണ്ടാവും പാലക്കാട് പിടിച്ചെടുക്കാമെന്ന് എഴുതിയിട്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഇപ്പോൾ സിറ്റിംഗ് സീറ്റ് അല്ലാത്തതുകൊണ്ട് പോയാലും അവർക്ക് പേടിക്കാനില്ല. അവർക്ക് മറ്റേ ഇദ്ദേഹം മരിച്ച പേരുമേട് സീറ്റിൽ പിന്നെ ബൈ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ വീണ്ടും LDF ജയിക്കും. ബിജിമോൾ 2-3 വട്ടം ജയിച്ചതാണ്. പിന്നെയാണ് ഇപ്പം സോമൻ അവിടെ നിന്ന് ജയിച്ചത്. അദ്ദേഹം മരണപ്പെട്ടെങ്കിലും ആ സീറ്റിൽ നല്ല കാൻഡിഡേറ്റിനെ നടത്തി പിടിച്ചെടുത്താം. അപ്പോൾ ഡാമേജ് വരുമെന്നുള്ള ആശങ്കയാണ് UDFനെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. അവർക്ക് ഇപ്പോൾ അവർക്കുണ്ടായിട്ടുള്ള ഡാമേജിനെ മുഴുവൻ മറികടക്കാൻ ഒരു സീറ്റ് പോയാലും ശരി ഞങ്ങൾ നിലപാടിൻ്റെ കൂടെയാണ്, ഞങ്ങൾ സ്ത്രീപക്ഷത്താണ് എന്ന് അഭിമാനബോധത്തോടെ പറയാനും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും പോകാനും അവർക്ക് ഗുണം ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും കേരള പോലീസ് നമ്മൾ ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പാണ് നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് പറഞ്ഞത്. പിന്നെ ഹോസ്പിറ്റൽ ഏതാണ് എല്ലാം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാ ഡോക്യുമെന്റ്സും കേരള പോലീസിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. ഇതിപ്പോ കേരള പോലീസിനെ സംബന്ധിച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു CDR എടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഏത് ഹോസ്പിറ്റല്, ഏത് യുവതി, ഏത് ഇര, ഇതൊക്കെ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകൾക്കുള്ള ഒരു പോലീസ് സംവിധാനമല്ല കേരള പോലീസിനുള്ള. അപ്പോൾ ആ കേരള പോലീസിന് എത്ര ദിവസം വേണ്ടി വരും? അധിക ദിവസം ഒന്നും പോകുന്നു എനിക്ക് തോന്നുന്നില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ എനിക്ക് സ്പീക്കറുടെ ഒക്കെ അടുത്ത് ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ സ്പീക്കറെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ അത് ഒരു തെളിവുമില്ലാണ്ട് ക്രൈംബ്രാഞ്ച് അങ്ങനെ പറയുമോ? ഇല്ലില്ല, പറയത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതിൽ രാഷ്ട്രീയ ധാർമ്മികതയുടെ വിഷയമുണ്ട്. വോട്ട് ചോരി യാത്ര ഏറ്റവും നന്നായി പിന്നെ മീഡിയ അറ്റൻഷൻ കിട്ടി. ഒരു പക്ഷേ കാരണം നരേന്ദ്രമോദിയുടെ ഗ്രാഫിക്ക് ഇപ്പോട്ട് വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഗ്രാഫ് ഉയർന്നു വരുന്ന സമയത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സ്ത്രീമുഖമാണ്. അവർക്ക് ഉത്തരവാദിത്വമുണ്ടെങ്കിൽ, സമൂഹത്തോട് ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അവർ പറയണ്ടേ വേണ്ട, തോറ്റാലും ശരി ജയിച്ചാലും ശരി ഇങ്ങനെ ഒരുത്തനെ വെച്ചുകൊണ്ടിരിക്കണ്ട എന്നുള്ളതല്ലേ പറയണ്ടേ. കാരണം ഇവിടെ എന്തായാലും അവൻ തോറ്റു കഴിഞ്ഞാലും ഇവിടെ ഭരണത്തിൽ LDF വന്നു കഴിഞ്ഞാലും BJP നിലപാട് ഒരുപക്ഷെ കോൺഗ്രസിനകത്തുള്ളവരെക്കാൾ കൂടുതൽ എടുക്കുന്നതാണല്ലോ CPM. അപ്പം അതുകൊണ്ട് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ അവർ ആ രീതിയിലേക്ക് സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിലേക്ക് പോകണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അത് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പോലും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ പേടിക്കേണ്ട അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ഹൈക്കമാൻഡ് സ്പീ. അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് കോൺഗ്രസ് ഉചിതമായ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ബോംബുകളുടെ പെരുമഴയായിരിക്കും ഫെബ്രുവരി മാസത്തോടു കൂടിയിട്ട് ഏപ്രിൽ മാസം വരെ പൊട്ടിക്കൊണ്ടേയിരിക്കാൻ പോകുന്നത്. പ്രതിരോധ ശേഷി മുഴുവൻ നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തും. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് ഇപ്പോൾ ഉള്ള നിയമസഭാ സീറ്റുകൾ പലതും പോലും നിലനിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് രാഷ്ട്രീയ സാഹചര്യം മാറും.